നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ വെച്ച് തന്നെ ആദ്യം മാസ്ക് നീക്കിയത് UAE ആണ്. ഏറെ നിർണായകമായ തീരുമാനം കൈക്കൊള്ളുമ്പോഴും UAE പ്രവാസികൾക്കും ഇളവുകൾ നൽകി വിമാനയാത്ര വളരെ സുന്ദരമാക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് UAE ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ ഇപ്പോഴത്തെ സൗദിയും നിർണായക പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നീണ്ട 2.5 വർഷത്തെ വിലക്കുകളും കടുത്ത നിബന്ധനകളും എടുത്തുമാറ്റിയാണ് സൗദി ഞെട്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രവാസികളെ പോലും അമ്പരപ്പിലാഴ്ത്തി എല്ലാം എടുത്തുമാറ്റിയിരുന്നു. പിന്നാലെ ഇതാ പുതിയ പ്രഖ്യാപനങ്ങളും വന്നിരിക്കുകയാണ്. കോവിഡ് വിശകലനവും റിപ്പോർട്ടും അടങ്ങുന്ന വാർത്താ സമ്മേളനം നിർത്തിയതായി സൗദി ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദുൽ അലി ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി. അത്യാവശ്യ സമയങ്ങളിലോ മറ്റേതെങ്കിലും ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോഴോ മാത്രമേ ഇനി വാർത്താ സമ്മേളനം വിളിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടൊപ്പം തന്നെ കോവിഡ് കേസുകളുടെ പ്രതിദിന കണക്ക് പുറത്തുവിടുന്നതും നിർത്തുന്നതാണ്. കൂടാതെ വിദഗ്ധർക്കും മറ്റും കോവിഡ് കണക്കുകൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി പരിശോധിക്കാവുന്നതാണ്. കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റു പല വഴികളിലൂടെയും കൈമാറും. വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്കും വിവരങ്ങൾ കൈമാറുന്നവർക്കും സമൂഹത്തെ ബോധവൽക്കരിക്കുന്നവർക്കും അദ്ദേഹം നന്ദി പറയുകയുണ്ടായി. സൗദിയിൽ കോവിഡ് അതിന്റെ അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലേക്ക് വരുന്ന വിദേശികളുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് പരിശോധിക്കില്ലെന്നും ക്വാറന്റൈൻ ബുക്കിംഗ് ഇല്ലാതെ രാജ്യത്തേക്ക് പ്രവേശനാനുമതി നൽകുമെന്നും ആഭ്യന്തര മന്ത്രാലയ വക്താവ് മേജർ തലാൽ അൽ ഷൽ ഹൂബ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഉംറ സന്ദർശക ടൂറിസ്റ്റ് വിസയിലെത്തുന്നവർ കോവിഡ് പാക്കേജ് ഇൻഷുറൻസ് എടുത്തിരിക്കേണ്ടതാണ്. സൗദിയിൽ താമസിക്കുന്ന സമയത്ത് അവർക്ക് ഇൻഷുറൻസ് നിർബന്ധമാണ്. പുതുക്കുമ്പോഴും രാജ്യത്തിന് പുറത്തുപോയി തിരിച്ചു വരുമ്പോഴും ഇൻഷുറൻസ് വേണം എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസമാണ് സൗദിയിൽ ക്വാറന്റൈനും PCR ഉൾപ്പെടെ എല്ലാ കോവിഡ് നിബന്ധനകളും സൗദി അറേബ്യ പിൻവലിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. മക്ക മദീന ഹറമിലേക്ക് നമസ്കാരത്തിന് പ്രവേശിക്കാൻ അനുമതി പത്രം വേണമെന്ന നിബന്ധനയും പിൻവലിച്ചിരിക്കുകയാണ്. രാജ്യത്ത് മാസ്കും തവക്കൽ ആപ്പിന്റെ ഉപയോഗവും തുടരും. രാജ്യത്ത് ഇന്നലെ മുതൽ നടപ്പിലാക്കിയ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇവയാണ്. 1. ക്വാറന്റൈൻ ഒഴിവാക്കി. രാജ്യത്തേക്ക് വരുന്നവർക്ക് ഇനി മുതൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, ഹോം ക്വാറന്റൈൻ, PCR സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമില്ല. എന്നാൽ സന്ദർശക വിസകളിൽ വരുന്നവരെല്ലാം കോവിഡ് ഇൻഷുറൻസ് എടുത്തിരിക്കണം. 90 റിയാൽ മുതലാണ് കോവിഡ് ഇൻഷുറൻസ് തുക. സന്ദർശന വിസയ്ക്കുള്ള ഇൻഷുറൻസും തുടരും. ലക്ഷത്തോളം രൂപ മുടക്കിയാണ് പ്രവാസികൾ നിലവിൽ സൗദിയിലേക്ക് എത്തിയിരിക്കുന്നത്. കുടുംബങ്ങളും ക്വാറന്റൈൻ പാക്കേജ് കാരണം യാത്ര മാറ്റിയിരുന്നു. പുതിയ പ്രഖ്യാപനം വിപണി ഉയർത്തും. 2. എല്ലാ വിമാനങ്ങൾക്കും വരാം. സൗദിയിലേക്ക് നേരിട്ടുള്ള യാത്രാവിലക്കുള്ള രാജ്യങ്ങൾക്ക് പ്രസ്തുത വിലക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഒമിക്രോൺ സാഹചര്യത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളായിരുന്നു യാത്രാവിലക്ക് പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇനി ആർക്കും കോവിഡിന്റെ പേരിൽ യാത്രാവിലക്കില്ല. 3. സാമൂഹിക അകലം ഇനി വേണ്ട. മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, മറ്റു പള്ളികൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ രാജ്യത്ത് എല്ലായിടത്തും സാമൂഹിക അകലം ഇനി പാലിക്കേണ്ടതില്ല. കച്ചവട സ്ഥാപനങ്ങളടക്കം എല്ലാം പഴയ പോലെ പ്രവർത്തിക്കും. 4. മാസ്ക് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ല. വായു സഞ്ചാരമുള്ള തുറന്ന സ്ഥലങ്ങളിൽ ഇനി മാസ്ക് ധരിക്കേണ്ടതില്ല. അതേസമയം അടച്ച സ്ഥലങ്ങളിൽ ധരിക്കണം. എന്നുവെച്ചാൽ കച്ചവട സ്ഥാപനങ്ങളിൽ, അടച്ചിട്ട വാഹനങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ എന്നിടത്തെല്ലാം മാസ്ക് ധരിച്ചിരിക്കണം. മക്കയും മദീനയും പൂർണ്ണ തോതിലേക്ക്. മക്ക മദീന ഹറമുകളിൽ നമസ്കാരത്തിന് പെർമിറ്റ് ഇനി വേണ്ട. പ്രവേശിക്കുമ്പോൾ മാസ്ക് ധരിക്കണം. ഉംറയ്ക്ക് പെർമിറ്റ് രീതി തുടരും. 5 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ ഉംറ ചെയ്യാം. ഹറമിൽ നമസ്കാരത്തിൽ പാലിക്കുന്ന ശാരീരിക അകലവും ഒഴിവാക്കി. ഇന്നു മുതലുള്ള എല്ലാ നമസ്കാരങ്ങളിലും പുതിയ രീതി ബാധകമാണ്. മദീനയിൽ പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്നിടത്തേക്കുള്ള പ്രവേശനത്തിനും പെർമിറ്റ് വേണ്ട. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.